നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മറും എംബാപ്പയും PSG അത്ര നല്ല രൂപത്തിലല്ല പിരിഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ഘട്ടത്തിൽ നെയ്മർ PSG നിന്ന് പുറത്താക്കപ്പെടാനുള്ള അല്ലെങ്കിൽ അവിടുന്ന് ഒഴിവാക്കപ്പെടാനുള്ള കാരണം പോലും എംബാപ്പയാണ് എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അവർ തമ്മിലുള്ള പ്രശ്നം പരസ്യമായ രഹസ്യമായിരുന്നല്ലോ. എന്നാൽ അതിനു മുമ്പ് ഈ രണ്ട് താരങ്ങൾ തമ്മിൽ കട്ട ഫ്രണ്ട്സായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ തിയാഗോ സിൽവ തുറന്നു പറയുകയാണ്. നെയ്മർ ആൻഡ് എംബാപ്പെ അവർ വളരെ ക്ലോസ് ആയ ആളുകളായിരുന്നു. തിയാഗോ സിൽവ പറയുകയാണ്, അവരെല്ലായ്പ്പോഴും ഒരുമിച്ച് ഫൺ കണ്ടെത്തുകയും ഡെയിലി ലൈഫിൽ അവർ ആസ്വദിച്ച് പരസ്പരം ആ കൂട്ട് ആസ്വദിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തവരാണ്. എനിക്കറിയില്ല എന്തിനാണ് പിന്നെ അവർ തെറ്റിപ്പിരിഞ്ഞത് എന്ന്. ഞാനപ്പോൾ PSG ഉണ്ടായിരുന്നില്ല. അവർ തെറ്റുന്ന സമയത്ത് ഞാൻ PSG ഉണ്ടായിരുന്നില്ല. ആരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു സെപ്പറേഷനുള്ള കാരണം ഉണ്ടായത് എന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അവർ തമ്മിൽ പിണങ്ങി എന്നുള്ളത് അത് എനിക്ക് വലിയ ദുഃഖമുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനതിൽ ദുഃഖിതനാണ്. രണ്ടുപേരും വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകളാണ്, ഗ്രേറ്റ് ഗൈസാണ്. തീർച്ചയായിട്ടും ഇറ്റ്സ് റിയലി സാഡ് ദാറ്റ് തിങ്സ് എൻഡഡ് ലൈക്ക് ദിസ്. ഈ രൂപത്തിൽ അവർ പിണങ്ങിക്കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചത് തീർച്ചയായിട്ടും ദുഃഖകരമാണ് എന്നാണ് ഇപ്പോൾ തിയാഗോ സിൽവ പറയുന്നത്. PSG കിലിയൻ എംബാപ്പയും നെയ്മർ ജൂനിയറും ഉള്ള സമയത്ത് തിയാഗോ സിൽവ കുറഞ്ഞ കാലം അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്. അവർ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പിന്നീട് എപ്പോഴും അവർ പിണങ്ങി. ആ പിണക്കം പിന്നീട് മാറിയതുമില്ല. എന്തിനിങ്ങനെ എന്നുള്ളത്, ഇങ്ങനെ ഇത് അവസാനിച്ചതിൽ തനിക്ക് ദുഃഖമുണ്ട് എന്നാണ് തിയാഗോ സിൽവ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീഡിയോ എത്താം.